അബ്ദുൽ കലാം സാറ് നല്ല വിദ്യാഭ്യാസം വിവരമുള്ള ആളുകളില്ല, കഴിഞ്ഞുകൂടത് ആളുകൾക്ക് ഇത് അറിയില്ല, നമ്മൾക്ക് അറിയണ ഈ കാര്യം അറിയില്ല. ഇത് ആശുപത്രിയിലേക്ക് ഓടി രക്ഷപ്പെടുവോ? ഇല്ല. എന്താ പരമാവധി എത്ര മിനിറ്റ്? 15 മിനിറ്റ്. അപ്പോഴേക്ക് ആ വെപ്രാളം കഴിഞ്ഞ് ആംബുലൻസിൽ ആശുപത്രി എത്തി കിട്ടണ്ടോട്ട് കിട്ടുമ്പോഴേക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. അതാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ പ്രൊഫസർ എൻ വിജയമാഷ് പ്രസ് ക്ലബിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്രക്കാർക്കുമില്ല കുഴഞ്ഞു വീഴുന്നത്. എടുത്ത ആശുപത്രിയിലേക്ക് കൂടെ രക്ഷപ്പെടുക. ഞാന് വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിൽ, ഈ മേഖലയ്ക്ക് ശബരിമലയിൽ ഡ്യൂട്ടി ചെയ്യാൻ പോയി, സർക്കാരിന്റെ ഐഡിയോടുകൂടി, സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം. അത് കഴിഞ്ഞ് കോഴിക്കോട് വെച്ചൊരു സ്വീകരണവും മന്ത്രിയുടെ വക, സർക്കാരിന്റെ വക ഉപഹാരമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ സ്ക്രീനിൽ കാണിക്കും. അപ്പൊ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവബോധം ഉണ്ടാക്കാൻ വേണ്ടി അവിടെ കൂടിയ ആളുകൾക്ക് അതിൽ വിജയമാഷ് ഇങ്ങനെ വേച്ച് പോകുന്നത്, വിജയമാഷ് എടുത്ത് ഓടുന്നുണ്ട്. എന്റെ അടുത്ത് ഇരുന്ന പത്രക്കാരൻ പറഞ്ഞു, വിജയമാഷ തൂക്കി പിടിച്ചോടുന്ന ആ കള്ളി ഷർട്ട് ഞാനാണ്. ഇന്നത്തെ അറിവ് അന്ന് എനിക്കുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ വിജയമാഷ് ഇന്നും നമ്മുടെ കൂടെ ഉണ്ടായേനെ. 2005 ശേഷം കണ്ട വിജയമാഷ് മരിച്ചത് എന്റെ ഓർമ്മ. അപ്പൊ അത്രത്തോളമാണ് ഇത്. നിസ്സാര കാര്യമല്ല. നമ്മളൊരു ഇടപെടൽ കൊണ്ട്, എന്റെ ഒരു വാക്കുകൊണ്ട്, നമ്മുടെ ഈ കൂടിച്ചേരൽ കൊണ്ട് ഒരു ജീവൻ രക്ഷപ്പെട്ടാൽ നമ്മുടെ ജീവിതവും ജന്മവും മുതലായി. ഇത് നിസ്സാര കാര്യമല്ല. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ബന്ധപ്പെട്ടവരായിരിക്കാം അതിലൂടെ രക്ഷപ്പെടുന്നത്. അതിന്റെ കാര്യം എന്താ? നമ്മൾ അതിനെപ്പറ്റി കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടേതാവുമ്പോഴാണ് നമ്മുടെ വേദനയും പ്രയാസവും, അല്ലെ? അങ്ങനല്ലേ? ഇനി ഇത് തന്നെ 8 വയസ്സിന് താഴെ കുട്ടികളാവുമ്പോ ബാക്കിയൊക്കെ ഇങ്ങനെ സീറ്റ് സേഫ്റ്റി എല്ലാം കറക്റ്റ്, പക്ഷെ 5 സെന്റിമീറ്റർ ഡെപ്ത് താഴ്ന്നാ മതി. അത് നമുക്ക് ഒരു കൈ മതി. മറു കൈ ഇവിടെ വെച്ചാൽ 2 കൈ വെച്ചാൽ അത് പൂക്കാവും, അല്ലെങ്കിൽ കൈ ബാക്കോട്ട് വെക്കാം. ഈ ഭാഗമായിട്ടാണ് വെക്കേണ്ടത്. എന്നിട്ട് ഇങ്ങനെ 1 2 3 ഇങ്ങനെ. ബാക്കിയൊക്കെ അതേ സ്റ്റെപ്പിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി ശിശു, ഇൻഫന്റ് ശിശു, ഇത്തരം കേസുകൾ കുട്ടികൾക്ക് എന്നെ പറ്റി തോന്നിയാൽ സീറ്റ് സേഫ്റ്റി വേണോ? സീറ്റ് സേഫ്റ്റി നമ്മളെ കാര്യമാണ്, ഉറപ്പ് നോക്കണം. കുട്ടികൾക്കും ഷോക്കേറ്റ് കിടക്കാം, അല്ലെ പാമ്പ് കടിച്ച അത്തരം സാഹചര്യം ഒക്കെ ഉണ്ടാവാം. സീറ്റ് സേഫ്റ്റി ഏതായാലും ഒന്ന് നോക്കണം, നല്ലതാണ്. സീറ്റ് സേഫ്റ്റി നിർബന്ധം, നോക്കണം, നല്ലതല്ല, നിർബന്ധം. സീറ്റ് സേഫ്റ്റി. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? രക്ഷാബന്ധനത്തിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? ന്യൂജൻ. രണ്ടാമത്തെ സ്റ്റെപ്പ് അതെ, ഗുഡ്. ചെക്ക് റെസ്പോൺസ്, പ്രതികരിക്കുന്നുണ്ടോ നോക്കുക. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ബോധം ഉണ്ടോ നോക്കുക. അതെങ്ങനെ നോക്കേണ്ടിയേ? കുട്ടികളുടെ ശിശുക്കളില് രീതി മാറും. കാലിങ്ങനെ പിടിക്കുക, ഉള്ളൻകാല് നന്നാക്കി ഒന്ന് ചൊറിഞ്ഞു നോക്കുക, അല്ലെങ്കിൽ ഉള്ളി നോക്കുക, നന്നായിട്ടൊന്ന് വേദനിപ്പിക്കുക. സാധാരണ കുട്ടിക്കാരെ നമുക്ക് സങ്കടമാണ്, ഇവിടെ നമുക്ക് സന്തോഷിക്കാം. കുട്ടി പിള്ളേരില്ല. ഈ കാലിന്റെ അടി വലിയൊന്ന് നോക്കിക്കൂടെ? അല്ല, വലിയൊരു ഇതാണ് അതിന്റെ ഏറ്റവും ബെറ്റർ, ഏറ്റവും അധികം പ്രതികരിക്കാൻ. ചില ആളുകൾ ഇവിടെ പറഞ്ഞില്ല എന്നുള്ള ബോധം നോക്കൽ എങ്ങനെയാണ്? കുപ്പി വെള്ളം കൊണ്ടുവന്നാണ്ട് കോടയാന്ന് പറയുന്നത്. ഇയാൾ കുപ്പിയായിട്ടല്ലേ വീടുണ്ടാവുക, നമ്മൾ കുപ്പിയായിട്ട് നടക്കുകയല്ല. ആദ്യം കുപ്പിക്ക് പോകും, കുപ്പി വെള്ളം കിട്ടുമ്പോഴേക്ക് തന്നെ ഇയാളെ കഥ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അത് മാത്രമല്ല, അടിസ്ഥാനപരമായി അതിലേറെ ഏറ്റവും പ്രതികരണ ശേഷി ഇതിനുണ്ടാവുക. ഓക്കെ, ചുമലിൽ തട്ടി കുലുക്കി വിളിക്കുന്നു, ശാസ്ത്രീയമായിട്ട് പഠിക്കുന്നു. എന്റെ മൂത്താപ്പ ഇങ്ങനെ കണ്ടിട്ട് ഒരു ഡോക്ടർ വന്നിട്ട് പിന്നെ സ്പൂണോണ്ട് ഇവിടെ ചരിഞ്ഞപ്പോൾ ഒരു ഉണ്ടാക്കി. അതെ, അത് ഡോക്ടർമാർ ചെയ്യുന്നത് നമുക്ക് ബാധകമല്ല. ഡോക്ടർമാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. നമ്മളെ സംബന്ധിച്ച് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്റെ പഠന പ്രകാരം ഏറ്റവും കൃത്യമായിട്ട് പബ്ലിക്കിൽ നോർമലായിട്ട് ആളുകൾക്ക് ഏറ്റവും ബെറ്റർ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഇതാണ്. അങ്ങനെ മനസ്സിലാക്കുക. ഓക്കെ, ഇനി ആശുപത്രി പോയ കാണങ്ങൾക്ക് മെഡിസിന്റെ വാർഡ് 1, 2 പോയാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഈ കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. ഇതൊക്കെ കാണാൻ പറ്റും. ഇത് ഒരാള് മരിച്ചെന്ന് സംശയം കഴിഞ്ഞാൽ ആദ്യം ഇതാച്ചു ഒന്നും നോക്കണ ധൈര്യണ്ട, നമ്മൾ പെടണ്ട്, ഇയാൾ പെടണ്ട്. പിന്നെ ഇയാൾക്ക് കാർഡിയാക് അറസ്റ്റ് സംഭവിച്ചെന്ന് തോന്നിയാൽ പിന്നെ CPR ആണ്. പിന്നെ സാഹചര്യമൊക്കെ നോക്കട്ടോ. അതായത് പിന്നെ ഇയാൾക്ക് നല്ല ഏജ് ആയിട്ടുണ്ട്, ശ്വാസകോശമൊക്കെ പൂർണ്ണമായിട്ട് പ്രബന്ധരഹിതമായിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എന്നാലും ഒഴിവാക്കൂലാണ് ഡോക്ടർമാരെ സംസാരിക്കുക. എന്റെ ആയിട്ട് ബന്ധപ്പെട്ട ഒരാള് ആ രീതിക്ക് വന്നപ്പോ പ്രായമുള്ള ആളാണ്, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചോദിച്ചു, അദ്ദേഹത്തിന്റെ മോനോട് ചോദിച്ചു, പിന്നെ ഇത് കാർഡിയാക് അറസ്റ്റ് സംഭവിച്ചത് CPR വേണമെന്ന്. അപ്പോ
അദ്ദേഹത്തിന് മോനോട് ചോദിച്ചു എന്താ വേണ്ടത് ചോദിച്ചാൽ നമ്മൾ കൃത്യമായ ധാരണ ഉണ്ടല്ലോ. അത് തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ അത് കിട്ടിയാൽ തന്നെ അപ്പൊ തന്നെ പോവാനുള്ള ഒരു സാധ്യത. കാരണം പ്രശ്നത്തിന് ശ്വാസകോശം പൂർണ്ണമായിട്ട് നിന്നുകൊണ്ട് അങ്ങനെ സംഭവിച്ചത്. 1 മിനിറ്റോ 2 മിനിറ്റോ അതുകൊണ്ട് ജീവിച്ചെങ്കിലേ ആ ലെവലുള്ളൂ. അപ്പൊ സാഹചര്യത്തിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കും. പക്ഷെ നമ്മൾ അതിലേക്കൊന്നും നമ്മൾ കിടക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, നമ്മളെ മുന്നിൽ ഒരാള് പിന്നെ അപകടത്തിൽ പെട്ട് കണ്ടാല് അയാൾക്ക് ബോധത്തോടെ സംശയമായാല് കുട്ടി വിളിച്ചു നോക്കുക. ഓക്കെ, കുട്ടികളിൽ ഈ രീതിയിലേക്ക് മാറും. കുട്ടികളെ കൊട്ടിയിട്ടുണ്ടെങ്കിൽ കഴുത്തിന് പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട്. പ്രതികരിക്കുന്നില്ല. അടുത്ത സ്റ്റെപ്പ് എന്താ, കോൾ ഫോർ ഹെൽപ്പ്, കോൾ ഫോർ ആംബുലൻസ്. ഈ കുട്ടിന്റെ കാര്യങ്ങളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനത്തെ ആളുകളെ കൊണ്ടുപോകേണ്ടത് ആംബുലൻസിലാണ്. ആംബുലൻസ് ഇല്ലെങ്കിൽ കിടത്തി കൊണ്ടുപോകാൻ പറ്റിയ വണ്ടി, കാറല്ല ഉപയോഗിക്കേണ്ടത്. നായ്ക്കുറുക്കന്റെ ആവും വെച്ചാത്ത ഒരാളെ അയാൾ അഥവാ മരിച്ചത് നായ്ക്കുറുക്കന്നെ മരിച്ചൂടെ, മരിക്കാതിരിക്കണ്ടേ. പക്ഷെ നായ്ക്കുറുന്ന് വെച്ചത് നമുക്ക് സമാധാനിക്കാം, പരമാവധി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇതില്ലാത്തത് കൊണ്ട് പോയതാണ് സമാധാനിക്കാം. പക്ഷെ കാറിൽ CPR ചെയ്യാൻ കഴിയില്ല. പിന്നെ ഒന്നിന് കിട്ടും, ആംബുലൻസ് കിട്ടും, അതിനുള്ള വണ്ടി കിട്ടും. പക്ഷെ ഒരു നിവൃത്തിയിലെ കാറിന്റെ സീറ്റ് പരമാവധി ചരിച്ചു വെച്ചിട്ട് ഇത് മുടങ്ങാത്ത രീതിയിൽ കൊണ്ടുപോകാൻ. പക്ഷെ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, പിന്നെ ഒരു കൂടുതൽ കാര്യം പറയാനുള്ളത് വെച്ചാല് നമ്മൾ എപ്പോഴും ആംബുലൻസ് ഉപയോഗിച്ചുള്ള ഗുണം എന്താ അറിയോ? ആംബുലൻസ് ഉപയോഗിച്ചുള്ള കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് കാറായാലും ഉപയോഗിക്കാം, കുട്ടികളെ മടി വെച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ രാത്രി 12 മണിക്കാണ് സംഭവമെങ്കിൽ നമ്മളെ പരിസരത്തിൽ അങ്ങനെ സംഭവിച്ചാല് കാറ് ഉപയോഗിച്ചാൽ ദോഷമല്ല അല്ലെ, ചെയ്യാൻ പറ്റും. പക്ഷെ ഉച്ചക്ക് 12 മണിക്കാണെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്ന ലെവലാണെങ്കിൽ ഉച്ചക്ക് 12 മണിക്കാണെങ്കിൽ ആംബുലൻസ് 10 മിനിറ്റ് ബൈക്ക് വരാൻ ആംബുലൻസാണ് നല്ലത് അല്ലേ? എന്താ കാരണം? ആദ്യം എത്രയാണ് നമുക്കറിയതില് എന്താണ്, ഇതിലൊരു മരണം കൂടെ മല്ലടിക്കണ ഒരു കുട്ടി ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ മുന്നിലുള്ള വണ്ടിക്കാരനെ അറിയില്ല. കാറിൽ സൽക്കാരത്തിന് പോണ്, കല്യാണത്തിന് പോണ എല്ലാ സൈസും ഉണ്ട്. ഒരു ഓട എണ്ണ അധികം അടിച്ചാലോ നമ്മളെ വെറുതെ ഓട അടിച്ചാലോ പിന്നെ മറ്റോ 6 നമ്പർ വണ്ടി വഴി ഇങ്ങനെ നിൽക്കുള്ളൂ. കാരണം ഓർക്ക് ഇത് വയ്യാത്ത ഓനെ അറിയില്ല. അതുകൊണ്ട് അത് കോമൺ സെൻസ് എന്നുള്ള കാര്യം വളരെ പ്രധാനമാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ രാത്രി ആവുമ്പോൾ അതിനനുസരിച്ച് ചെയ്യാം. അപ്പൊ കോൾ ഫോർ ഹെൽപ്പ്, കോൾ ഫോർ ആംബുലൻസ്, ബ്രീത്ത് നോക്കുക. എന്താ പറഞ്ഞ പോലെ നെഞ്ചുകൂട് അല്ല, കുട്ടികളിൽ വയറ് മുങ്ങി താഴോ നോക്കുക. ഇല്ലെങ്കിൽ പിന്നെന്താ, സ്റ്റാർട്ട് CPR. എങ്ങനെ ഏറ്റവും ബലുള്ള കൈ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെയാണോ ചെയ്യരുത് കേട്ടോ, ആട്ടം പുറത്തിയാണ്. പിന്നെ ഒട്ടും കൊണ്ടുപോകേണ്ടി വരില്ല. ഒരു കൈ കൂടെ തലങ്ങനെ സേഫ് ആയിട്ട് പിടിക്കുക. കണ്ടോ, അതിനാ കഴുത്തിനകത്ത് പറ്റാതെ 2 വിരലെടുക്കുക. ഇവിടെ വിട്ട് നേരത്തെ പറഞ്ഞ പോയിന്റ്. എന്നിട്ട് ഇങ്ങനെ 1 2 3 4 ഇങ്ങനെ 30 ചെയ്യാം. വായു മൂക്ക് ചേർത്തിട്ട് 2 ശ്വാസം കൊടുക്കുക. വായു മൂക്ക് ചേർത്തിട്ട് 2 ശ്വാസം കൊടുക്കുക. അല്ല, ശ്വാസം കൊടുക്കുകയാണ്. ഇങ്ങോട്ട് വലിക്കാതെ വകുപ്പ് ഒരു സംഗതിയിലും ഇല്ല എന്നുള്ളത്. അങ്ങോട്ട് കൊടുക്കുക 2 ബ്രേക്ക്. 1 സെക്കൻഡ് നീണ്ടിക്കണ ഒരു കുത്തി കൊടുക്കുക. വീണ്ടും എടുത്തിട്ട് 1 സെക്കൻഡ് ഒരു കുത്തി കൊടുക്കുക. ചോദ്യത്തിൽ പോയിന്റ് ഉണ്ട്. അത് ചോദിക്കണ ഒരു ക്ലാസ്സിന്റെ ഊർജ്ജത്തിൽ ക്ലാസ് എടുക്കുന്ന ആളല്ല. ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുന്ന സദസ്സാണ്. വലിയ സന്തോഷമുണ്ട്. അതായത് പലപ്പോഴും അങ്ങനെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ്, ഓക്സിജൻ ശ്വസിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിടുന്നു, കാണാപാടാക്കും അല്ലെ. അത് പഠിച്ചത് പഠിപ്പിക്കൽ അങ്ങനെയാണ്. പക്ഷെ ശരിക്കും അതല്ല, തെറ്റായ പഠനമാണ്. നമ്മൾ വായുവാണ് ശ്വസിക്കുന്നത്. ആ ചോദ്യം നല്ലത്. നമുക്ക് സമയമില്ലെങ്കിൽ ഉള്ളത് വൃത്തിയിൽ അറിയണമെന്ന് താല്പര്യമുണ്ടല്ലോ. സത്യം പറയാം, പലപ്പോഴും പഠിപ്പിക്കണത് ധാരണ, പഠിച്ചത് ധാരണ. കാരണം നമ്മളൊരു വിദ്യാഭ്യാസ മേഖലയുടെ ഒരു അപര്യാപ്തത. അവരിപ്പോ നമ്മളിവിടെ ലഭിച്ചിട്ടില്ല, നമ്മുടെ സമയം പോകുന്നു. നമ്മൾ വായുവാണ് ശ്വസിക്കുന്നത്. അതിന് 21% പലതുണ്ട്. 21% എന്താണ്, ഓക്സിജനാണ്. 5% ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ പുറത്ത് വിടുന്ന എത്ര ഉണ്ട്, 16 പിന്നെയുണ്ട്. ഇയാൾക്ക് കൊടുത്തിട്ട് ഇയാൾക്ക് 5 എടുത്താൽ പിന്നെ ബാക്കിയാണ് എത്ര, ഇതാണ് അതിന്റെ കോലം. അതുകൊണ്ട് ആ കൺഫ്യൂഷൻ വേണ്ട. 1 സെക്കൻഡ് എടുക്കുന്ന ഒരു ബ്രീത്ത് കൊടുക്കുന്നു, വീണ്ടും ബ്രീത്ത് കൊടുക്കുന്നു. അങ്ങനെയാണ്. ഇതൊക്കെ 2 പരിചയമുള്ള 2 ആളുണ്ടെങ്കിൽ വാ ഇതിന് നേരത്തെ ഉത്തരം പറഞ്ഞു ആരൊക്കെയാ? നേരത്തെ ക്ലാസ് കേട്ടില്ല.